എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. സമയം മുൻപ് വന്ന വാർത്ത. കണ്ണൂർ പാനൂരിൽ UDF പ്രവർത്തകന്റെ വീട്ടിൽ വടിവാളുമായി എത്തി CPM പ്രവർത്തകർ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? കാറും ബൈക്കും വാളുകൊണ്ട് വെട്ടിപ്പൊളിച്ചു. വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. CPM പാർട്ടി കൊടികൊണ്ട് മുഖം മൂടിയാണ് അക്രമി സംഘം എത്തിയത്. ആ ദൃശ്യങ്ങൾ ആദ്യം. Eat 5-star, do nothing. കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി KC ബിബിനാണ് ചേരുന്നത്. ബിബിൻ, അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇതൊക്കെ എന്ത്? ഒരു സംഘം ആളുകൾ ഒരു വീടിന് മുന്നിലേക്ക് വരുന്നു, അക്രമം അഴിച്ചുവിടുന്നു. ആരെ തേടി എത്തിയവരാണ് ഇവർ? ഇവർ CPM പ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? CPMന്റെ പ്രവർത്തകരാണ് ഈ വന്നിരിക്കുന്ന സംഘം മുഴുവൻ. ആ സംഘം കറുപ്പ് വസ്ത്രമണിഞ്ഞ് മുഖത്ത് പാർട്ടി കൊടി കെട്ടി ആളെ മനസ്സിലാവാതിരിക്കാനാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഈ സംഭവം നടക്കുന്ന വൈകിട്ട് 5:30 25 വർഷത്തിന് ശേഷം കുന്നോത്തുപറമ്പ് പാനൂരിനടുത്തുള്ള പഞ്ചായത്ത് UDF പിടിച്ചു. 11 സീറ്റുകളാണ് UDF നേടിയത്. അതിന്റെ ആഹ്ലാദ പ്രകടനം പാറാട് അങ്ങാടിയിൽ നടക്കുന്ന സമയത്താണ് ഈ CPMന്റെ പ്രവർത്തകർ ആക്രമിക്കുന്നത്. ഈ ആഹ്ലാദ പ്രകടനത്തെ നേരെ പാഞ്ഞെടുക്കുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പോൾ ഇവരെല്ലാം തന്നെ തിരിഞ്ഞോടുകയാണ്. പിന്നാലെ വന്ന് മർദ്ദിക്കുകയാണ്. വടിവാളും അതുപോലെ തന്നെ വലിയ വടികളും ഉപയോഗിച്ചുകൊണ്ട് UDF പ്രവർത്തകരെ മർദ്ദിച്ചു. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? ഈ സമയത്ത് തന്നെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഒരാൾ ഒരു സ്ഫോടക വസ്തു എറിയുന്നുണ്ട്. ആദ്യം ആണി കടിച്ചെടുക്കണം, എന്നിട്ട് എണ്ണണം. 1, 2, 7, 8, 9, 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. എറിഞ്ഞതിനു ശേഷം ലീഗ് 1, 2, 3, 6, 7, 8, 9, 10. എറിഞ്ഞതിനു ശേഷം ലീഗ് ഓഫീസ് അടിച്ചു തകർത്തു. അങ്ങനെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ വ്യാപകമായ അക്രമത്തിന് ശേഷം ചിലരെ തേടിയാണ് വീടുകളിൽ എത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നതിൽ വലിയ വടിവാളെടുത്ത് ഭീതിതമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.